വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അശാസ്ത്രീയ തീരദേശ ഹൈവേക്കെതിരെ UDFന്റെ ആദ്യ സമരം എറിയാട് നിന്ന് ആരംഭിക്കും. അശാസ്ത്രീയ തീരദേശ ഹൈവേക്കെതിരെ UDFന്റെ ആദ്യ സമരം എറിയാട് നിന്ന് ആരംഭിക്കും. തൃശൂർ ജില്ലയിലെ എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകളെ ബാധിക്കുന്ന അശാസ്ത്രീയ തീരദേശ ഹൈവേ അലൈൻമെന്റിനെതിരെ എറിയാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തുന്ന അനിശ്ചിതകാല ധർണയുടെ 75ാം ദിവസം നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFന്റെ നിലപാട് തീരദേശ ഹൈവേ വേണ്ടെന്ന് നിങ്ങളൊന്നൊരു യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒന്ന് ആലോചിക്കും. ഈ സംസ്ഥാനത്തിന്റെ കിഴക്ക് മുഴുവൻ പശ്ചിമഘട്ടമാണ്. അവിടെ വന നിയമമാണ്. അറിയാലോ, അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, 30 ലക്ഷത്തോളം ആളുകൾ വന്യമൃഗങ്ങളുടെ ശല്യം നേരിടുന്ന വന നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശം. കുറച്ച് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ പാടം നികത്തൽ നിയമം ഉണ്ടല്ലോ. ഇനി തീരപ്രദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ തീരദേശ പരിപാലന നിയമം CRC. ഈ 3 നിയമങ്ങൾ കൊണ്ട് കേരളത്തിൽ പരിമിതമായ ഭൂമി ലഭ്യത മാത്രമേ ഉള്ളൂ. പരിമിതമായ ഭൂമി ലഭ്യത. ഇനിയുള്ള കാലത്ത് ഒരു പാവപ്പെട്ടവനെ ഒരു 3 സെന്റ് വാങ്ങിച്ച് ഒരു വീട് വെക്കാൻ പോലുള്ള 500 കോടിയിലധികം വില വരുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളും 1000-ലധികം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുത്തി എറിയാടിന്റെ വികസനം തച്ചു തകർക്കുന്ന പദ്ധതിക്കെതിരെ പൊതുസമൂഹം അണിനിരക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമരസമിതി ചെയർമാൻ AA ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മിർഷാദ് റഹ്മാൻ, പ്രവാസി ബന്ധു ഡോക്ടർ S അഹമ്മദ്, ധീവരസഭ സംസ്ഥാന കൌൺസിൽ അംഗം EK ദാസൻ, എറിയാട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK സക്കീർ ഹുസൈൻ, പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KNA അമീർ, FITU സംസ്ഥാന കൌൺസിൽ അംഗം സരസ്വതി വലപ്പാട്, NRI സംസ്ഥാന കൌൺസിൽ അംഗം ലൈജു ആലപ്പുഴ എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് സമരസമിതി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി A അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. മാനവീയം സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച നിയമസഭാ മാർച്ചിന് എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ KS രാജീവൻ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TM ഷാഫി, ആരിഫ് അലിക്കുഞ്ഞ്, ഫാത്തിമ സിദ്ദീഖ്, ഡോക്ടർ KK നസീർ, PK അബ്ദുൽ ജബ്ബാർ, KM ഷൌക്കത്ത്, PH സിദ്ദീഖ്, ഇബ്രാഹിംകുട്ടി എറിയാട്, TP സിദ്ധാർത്ഥൻ, TK കൊച്ചു ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി. കനത്ത മഴയിലും 100 കണക്കിന് പ്രതിഷേധക്കാർ മാർച്ചിൽ പങ്കെടുത്തു. لا